നമസ്തേ. സന്ധിയുടെ ഒരു ഗ്രൂപ്പ് വകഭേദം നമ്മൾ കണ്ടു. അന്തഃ സന്ധിഹി ബഹി സന്ധിഹി. ഇനി നമ്മൾ ഒരു വലിയൊരു രീതിയിലുള്ള തരംതിരിപ്പ് അത് നമുക്ക് നോക്കാം. സന്ധിയുടെ സ്വരസന്ധി, വ്യഞ്ജനസന്ധി, വിസർഗ സന്ധി. ഇപ്പം സന്ധി എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങൾ കൂടിച്ചേരുന്നു. അപ്പോൾ ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരവും രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരവും തമ്മിൽ കൂടിച്ചേരുന്നത് അതാണ് സന്ധി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സ്വരസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിന് സ്വരസന്ധി. അപ്പോൾ രണ്ട് പദങ്ങൾ ചേർക്കുമ്പോൾ ആ ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം സ്വരമായിരിക്കും, രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരവും സ്വരമായിരിക്കും. അപ്പോൾ രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം സന്ധിക്കാണ് നമ്മൾ സ്വരസന്ധി എന്ന് പറയുന്നത്. വ്യഞ്ജനസന്ധി എന്ന് പറയുമ്പോൾ രണ്ട് വ്യഞ്ജനങ്ങൾ തമ്മിൽ ചേരുന്നതാണ് വ്യഞ്ജനസന്ധി. അതായത് ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഒരു വ്യഞ്ജനമായിരിക്കും, രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം വ്യഞ്ജനമായിരിക്കും. അപ്പോൾ രണ്ട് വ്യഞ്ജനങ്ങൾ കൂടി ചേരുന്നു, അതിന് വ്യഞ്ജനസന്ധി. വിസർഗസന്ധിയിൽ ആ പദം കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും, വിസർഗം അതിലുണ്ടാവും. ഇപ്പം രണ്ട് പദം തമ്മിൽ ചേരുമ്പോൾ ഏതെങ്കിലും ഒരു ആ തുടക്കത്തിലുള്ള പദത്തിൻ്റെ അവസാനം ഒരു വിസർഗം ഉണ്ടാവും. അപ്പം വിസർഗം ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ വിസർഗം ഉണ്ടാവില്ലല്ലോ, അവസാനമല്ലേ ഉണ്ടാവുള്ളൂ വിസർഗം. അപ്പോൾ ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനത്തെ പദം വിസർഗം. അപ്പം അങ്ങനെ വിസർഗവും ഇപ്പുറത്ത് സ്വരവുമാവാം അല്ലെങ്കിൽ വ്യഞ്ജനവുമാകാം. രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം സ്വരവുമാവാം വ്യഞ്ജനവുമാവാം. പക്ഷേ വിസർഗസന്ധിയിൽ വിസർഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പം അതിൽ വരുന്ന മാറ്റം എന്താണ്? അതാണ് വിസർഗസന്ധി. അപ്പം നമുക്ക് നോക്കാം, ഒരു ഉദാഹരണം നോക്കാം. സ്വരസന്ധിയുടെ ഉപേന്ദ്രഹ എന്ന പദം. ഉപേന്ദ്രഹ, ഉപേന്ദ്രൻ ആരാണ്? ഉപേന്ദ്രൻ ചന്ദ്രൻ. ഉപേന്ദ്രൻ വാമനമൂർത്തിക്ക് ഒരു പേരുണ്ട് ഉപേന്ദ്രൻ. അത് ഇന്ദ്രന്റെ അനിയനായിട്ടാണല്ലോ അവതരിച്ചത്. ദേവന്മാരുടെ എല്ലാം അനിയനായിട്ടാണ് അവതരിച്ചത്. അതുകൊണ്ട് ഉപേന്ദ്രൻ എന്ന പേര്. ഇതിനെ നമ്മൾ പിരിക്കുകയാണെങ്കിൽ ഉപ ഇന്ദ്രഹ. ഉപ ഇന്ദ്രഹ, ഇന്ദ്രന്റെ സമീപം തൊട്ടടുത്ത് നിൽക്കുന്നു അനിയൻ, അതിനാണ് ഉപ എന്ന പദത്തിന് അർത്ഥം. ഇനി നമ്മൾ നോക്കൂ, രണ്ട് പദങ്ങളുണ്ട്, ഉപ ഇന്ദ്രഹ. ഈ ഉപ എന്ന പദത്തിന്റെ അവസാനത്തെ അക്ഷരം എന്താണ്? പ. പ പ്ലസ് ആ ആണ് പ. പ പ്ലസ് ആ. അപ്പൊ ഇവിടുത്തെ അവസാനത്തെ അക്ഷരം ആ ആണ്. ഇന്ദ്രഹ എന്ന പദത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരം ഇ ആണ്. ആ പ്ലസ് ഇ. ആയും ഒരു സ്വരമാണ്, ഇയും ഒരു സ്വരമാണ്. അപ്പൊ ആ സ്വരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആ പ്ലസ് ഇ എ എന്നാകും. അപ്പം അതാണ് ഇവിടെ ആ പ്ലസ് ഇ എ എന്ന് ചേർന്നു. ആയും പോയി ഇയും പോയി, അത് രണ്ടിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? എ വന്നു. ഉപേന്ദ്രഹ. ഇതിന് സ്വരസന്ധി, രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേരുന്നു. ഇനി വ്യഞ്ജനസന്ധിയിലേക്ക് കിടക്കാം. സച്ചിത്, ഭഗവാന്റെ സ്വരൂപം സച്ചിദാനന്ദം എന്ന് നമ്മൾ പറയുമല്ലോ. ആ സച്ചിത് ഇതിന് നമ്മൾ പിരിക്കുമ്പോൾ സത്ത് പ്ലസ് ചിത്ത് എന്നാണ്. ഇപ്പൊ തുടക്കത്തിലെ പദത്തിന്റെ അവസാനത്തെ അക്ഷരം ത്. ത് എന്ന് പറഞ്ഞ വ്യഞ്ജനമാണല്ലോ, സ്വരമല്ലല്ലോ. ചിത്ത് എന്ന പദത്തിന്റെ തുടക്കത്തിലുള്ള അക്ഷരം ച്. ച് പ്ലസ് ഇ ആണ് ചി. അപ്പൊ ച് ആണ് ഇതിന്റെ തുടക്കത്തിലുള്ള അക്ഷരം. ചുവും ഒരു വ്യഞ്ജനമാണ്. അപ്പൊ ഇത് രണ്ടും ചേരുമ്പോൾ ത് പ്ലസ് ച് എന്ന് ചേരുമ്പോൾ എന്താകും? ഈ ചേന് മാറ്റം വരില്ല, ഈ ത് മാറി ച് ആയി മാറും. അപ്പൊ ഇവിടെ രണ്ട് വ്യഞ്ജനങ്ങൾ തമ്മിൽ ചേരുന്നു, ഒരു വ്യഞ്ജനത്തിന് മാറ്റം വരുന്നില്ല, ഈ വ്യഞ്ജനം മാത്രം മാറുന്നു. ഇത് ഒരു വകഭേദമാണ് സന്ധിയുടെ, പക്ഷെ ഇത് വ്യഞ്ജനസന്ധിയിൽ വരും. ഇനി വിസർഗസന്ധി. നമഃ നമഃ, നമ്മൾ പല ശ്ലോകങ്ങളിലും വരുമല്ലോ, നമഃ നമഃ. അപ്പം ആദ്യത്തെ നമഃയുടെ അവസാനത്തെ വിസർഗമാണല്ലോ, വിസർഗം. രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കം ന ആണ്.
ന് പ്ലസ് ആ ആണ് ന. എന്തായാലും ഒരു വിസർഗമുണ്ട്. അപ്പം ഈ വിസർഗം തമ്മിൽ ചേരുമ്പോൾ നമോ നമഃ എന്ന് വരും. നമോ നമഃ. എന്തായി? ഈ നമഃ മാറുന്നില്ല, ഈ നമഃയിൽ ന് മാറുന്നില്ല. എന്നാൽ ഇവിടെ വിസർഗം മാറി ഇവിടെ ഓ എന്ന് വന്നുവല്ലോ. നമോ നമഃ. അപ്പം ഇവിടെ വിസർഗത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഇതിൽ വിസർഗം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വിസർഗ സന്ധി എന്ന് പറയുന്നു. ഇനി ഇതിന് തന്നെ വിശദമായിട്ട് തരങ്ങളുണ്ട്. സ്വരസന്ധി ഒരു 8 എണ്ണം ഉണ്ട്, വ്യഞ്ജനസന്ധി അതുപോലെ കുറേ ഉണ്ട്, വിസർഗസന്ധി അതുപോലെ കുറേ ഉണ്ട്. അതൊക്കെ നമ്മൾ മെല്ലെ പടിപടിയായിട്ട് പഠിക്കാം. ഇത് പഠിച്ചാൽ തന്നെ ശ്ലോകങ്ങളൊക്കെ പിരിക്കാനും ചേർക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. ശരി, അടുത്തല്ല നമുക്ക് സ്വരസന്ധിയുടെ വകഭേദങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ ഇറങ്ങാം.